എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിന് കൂന്തൽ എന്നും പറയും. ചപ്പാത്തിക്കും ചോറിനും കപ്പയ്ക്കും ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഈ കറുത്ത ഭാഗത്തെ തൊലിയും അകത്തെ ഭാഗങ്ങളും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ കൂന്തലൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. ഇവിടെ ഇപ്പോൾ മുറിച്ച കൂന്തലൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഉടനെ തന്നെ വറക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഈ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തലൊന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തൽ വറക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. കൂന്തലിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തീ കൂട്ടിയിട്ട് കൊടുക്കുന്നത്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് എന്തേരെയാണ് വെള്ളം ഇറങ്ങി വരുന്നതെന്ന്. കൂന്തൽ ഒരുപാട് വറുത്ത് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഒരു സെറ്റ് കോരി മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റും കൂടി ഇട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2-3 സവാള, 1-2 തക്കാളി, പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2-3 ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടെ വേണം. ചേരുവകളെല്ലാം കണവ വറക്കാൻ വേണ്ടിയിട്ടെടുത്ത എണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ആദ്യം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ വളരെ ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റും. പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയും കൂട്ടുകളും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇവിടെ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എരിവിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1.5 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താലും മതി. തക്കാളി ചേർത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വരുന്നത് വരെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇത് 5 മിനിറ്റ് അടച്ചു വെക്കണം. ഈ ചേരുവകളും കണവയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. കണവ നേരത്തെ തന്നെ വെന്തതുകൊണ്ട് ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് സെറ്റായിട്ട് വന്നാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.